ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ്. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം. മലയാള സിനിമയിലേക്ക് കടന്നു വന്ന പുതുമുഖ നായികമാരിൽ ഒരാളാണ് രമ്യ സുകുമാരൻ. കൺമട്ടം എന്ന സീരീസിലൂടെ ശ്രദ്ധേയായ രമ്യയാണ് ഇന്ന് സിനിമാ തട്ടകത്തിലെ അതിഥി. നമസ്കാരം. നമസ്കാരം. ഞാൻ ആദ്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ ഈ സിനിമ അല്ലെങ്കിൽ ഈ ഒരു അഭിനയം, ഈ ഒരു രംഗത്തേക്ക് കടന്നു വരാനുള്ളൊരു ആഗ്രഹം അതുണ്ടാകുന്നത് എപ്പോഴാണ്? അത് കുഞ്ഞിലെ തന്നെ ഞാൻ ഒത്തിരി സിനിമകളൊക്കെ കാണുന്ന ടൈപ്പായിരുന്നു. കുട്ടിക്കാലത്ത് കണ്ട സിനിമകളിൽ നിന്നാണ് ഈ ഒരു ആഗ്രഹം എനിക്ക് വരുന്നത്. ലാലേട്ടന്റെയും ശോഭന മാമിന്റെയും ഒക്കെ പടങ്ങൾ കണ്ടിട്ട് അതിൽ നിന്നാണ് ഇങ്ങനെ ഒരു അഭിനേത്രി ആവണം എന്നുള്ള ഒരു ആഗ്രഹം എന്നിൽ ഉണ്ടാവുന്നത്. അങ്ങനെ കുഞ്ഞിലെ തൊട്ട് തന്നെ ഈ ഒരു ആഗ്രഹമുണ്ട്. കാലഘട്ടം മുതൽ തന്നെ ഈ ഒരു ആഗ്രഹം, അഭിനയം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ നാടകങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ടായിരുന്നു? കോളേജ് ടൈമില് നാടകങ്ങളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞിലെ തന്നെ ഡാൻസ് ചെയ്യായിരുന്നു. അപ്പം ഡാൻസിലുള്ള അഭിനയം, എക്സ്പ്രഷൻസ് അങ്ങനെയൊക്കെ നല്ല എൻജോയ് ചെയ്ത് ചെയ്യുമായിരുന്നു. അപ്പം ഡാൻസിലൂടെയാണ് ഈ ഒരു ആഗ്രഹം എന്നില് വന്നത്. അപ്പോൾ ഈ എവിടെ നിന്നാണ് ഈ ഒരു രംഗത്തേക്കുള്ള കടന്നു വരവ്, ഈ സിനിമാ ഫീൽഡിലേക്കുള്ള ഒരു വരവ് അതെങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ മോഡലിംഗ് രംഗത്തിലൂടെയാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. മോഡലിംഗില് പെജന്റ് ഷോസിലെ പെജന്റ് ഷോസ് അറ്റൻഡ് ചെയ്തു. അതിൽ വിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി ഫാഷൻ ഷോസ് അറ്റൻഡ് ചെയ്തു. അങ്ങനെ മോഡലിംഗ് രംഗത്തിലൂടെയാണ് ഞാൻ സിനിമയിലേക്ക്, ഈ സീരീസിലേക്ക് എത്തുന്നത്. ഈ മോഡലിങ്ങിനൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയത് എപ്പോഴാണ്? ഈ പഠിക്കുന്ന കാലഘട്ടത്തിലാണോ അതോ അതിന് ശേഷമാണോ, എപ്പോഴാണ്? മോഡലിംഗിൽ ശ്രദ്ധ ഒരു 3 years ആയിട്ട് ഞാൻ കടന്നു വന്നിട്ടുള്ളൂ. പഠിക്കുന്ന സമയത്ത് പാരന്റ്സ് ഒന്നും അങ്ങനെ മോഡലിംഗിലേക്കൊന്നും വിട്ടിരുന്നില്ല. ഡാൻസ് ചെയ്യുമായിരുന്നു. പിന്നെ ഉള്ളിൽ ഈ ഒരു ആഗ്രഹം, അഭിനയം എന്നുള്ളൊരു ആഗ്രഹം, അത് പഠിക്കുന്ന സമയത്താണെങ്കിലും ഉണ്ടായിരുന്നു. അത് അമ്മയുടെ അടുത്ത് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. പിന്നീട് ഒരു അവസരം വന്നപ്പോ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3 വർഷം മുമ്പാണ് അങ്ങനെ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് അഭിനയത്തിലേക്ക് കടന്നു. അപ്പോൾ ഈ ആദ്യം അമ്മയോടാണ് ഈ ആഗ്രഹം പറഞ്ഞതെന്ന് പറഞ്ഞു. ആ സമയത്ത് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന ഒരു റെസ്പോൺസ് എന്തായിരുന്നു? അമ്മ നല്ല സപ്പോർട്ടീവാണ്. അമ്മ ഡാൻസിനാണെങ്കിലും മറ്റ് കലാപരിപാടികൾക്കാണെങ്കിലും എല്ലാം ചെറുപ്പം മുതലേ അമ്മയാണ് എൻ്റെ ഫുൾ സപ്പോർട്ട്. അപ്പം അമ്മ ഇപ്പോഴും മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും അമ്മ ഫുൾ സപ്പോർട്ടാണ്. അപ്പം ഇത് പറഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു അമ്മയ്ക്ക്. മോഡലിംഗ് ആണോ സിനിമയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഏതാ ചൂസ് ചെയ്യുക? അഭിനയമാണോ മോഡലിംഗ് ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അഭിനയം. ഞാൻ മോഡലിംഗ് സെലക്ട് ചെയ്യുന്നത് അഭിനയ രംഗത്തേക്കുള്ള ഒരു ചുവടുവെപ്പായിട്ടാണ്. അങ്ങോട്ടേക്ക് എത്താനുള്ള ഒരു മാർഗമായിട്ടാണ് ഞാൻ മോഡലിംഗ് ചൂസ് ചെയ്തത്. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ആദ്യത്തെ അഭിനയത്തെ കുറിച്ചുള്ളൊരു അനുഭവം എന്തായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു ആദ്യമായി ഈ അഭിനയത്തിലേക്കൊക്കെ വരുമ്പോഴുള്ളൊരു കാര്യം? നേരത്തെ വലിയ എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ ഉണ്ടായിരുന്ന ടെൻഷൻ, ആ സമയത്ത് അഭിമുഖീകരിച്ച കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആദ്യം ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യമായി ക്യാമറയുടെ ഫ്രണ്ടിൽ അഭിനയിക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പേടിയേക്കാളേറെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം ഒത്തിരി നാളത്തെ ആഗ്രഹമാണത്. അപ്പോ പേടി ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും ഇത് സ്വപ്നം കണ്ട മൊമെന്റ്സ് എന്ന് പറയുന്ന ആ ഒരു ഇതായതുകൊണ്ട് നല്ല എക്സൈറ്റ്മെന്റും ഭയങ്കര സന്തോഷവും ഒക്കെ ആയിരുന്നു. ഈ കമ്മട്ടം എന്ന സീരീസിലാണോ ആദ്യമേ അഭിനയിക്കുന്നത് അതോ അതിനു മുൻപ് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു? ഇല്ല, ഞാൻ ഷോർട്ട് ഫിലിംസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതില് ഒരു ഷോർട്ട് ഫിലിമില് അവിടുന്ന് ഒരു അസോസിയേറ്റ് ആണ് ഇതിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നത്. കമ്മട്ടം എന്ന സീരീസിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നത്. ഈ ഒരു കമ്മട്ടം എന്ന് പറയുന്ന ഒരു സീരീസിൽ അഭിനയിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ബുദ്ധിമുട്ടായി തോന്നിയ ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ, ഇതെന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിയിലൊക്കെ ഒരു കോൺഫിഡൻസ് കുറവ് വന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? കമ്മട്ടത്തിൽ ഞാൻ ചെയ്ത വേഷം ഒരു ഗർഭിണിയുടെ വേഷമായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിന്റെ വൈഫായിരുന്നു. ഒരു ഡെപ്ത് ഉള്ള ക്യാരക്ടർ ആയിരുന്നു.
അതില് അത് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഒരു പാവം സ്ത്രീവേഷമാണ്. അപ്പം തുടക്കത്തില് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ഓക്കെ, ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ള. ഇത് ചെയ്യാൻ തുടങ്ങിയപ്പോ നന്നായിട്ട് പറ്റിയെന്നാണ് എന്റെ വിശ്വാസം. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ ആ ക്യാരക്ടറിനെ ഉള്ളിലേക്ക് എടുത്ത് ആ ഒരു ക്യാരക്ടറിന്റെ ഫീലിങ്സ് എനിക്ക് കിട്ടിയായിരുന്നു. അപ്പം അതിന് ഹെൽപ്പ് ചെയ്തത് ഡയറക്ടർ ഷാൻ സാറാണ്. പിന്നെ ഡയറക്ഷൻ ടീം അവരും നല്ല സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. ഈ സീരീസിൽ അഭിനയിച്ചതിന് ശേഷം ഈ കൂടെ ഉണ്ടായിരുന്നവർക്ക് എന്താണ് പറയുന്നത്? അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഈ സീരീസ് ഇറങ്ങി ഒരു കുറച്ച് ഡേയ്സിനുള്ളിൽ തന്നെ മുന്നേ എന്റെ കൂടെ പഠിച്ച ആൾക്കാരും അതുപോലെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരും അങ്ങനെ ഒത്തിരി പേരുടെ കോൾസും അതുപോലെ മെസ്സേജസ് ഒക്കെ വന്നു. എല്ലാവരും നല്ല അഭിനന്ദനങ്ങളായിരുന്നു. അങ്ങനെ മുന്നേ പരിചയമുള്ളവരൊക്കെ കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്തു. അങ്ങനെ എന്തായാലും ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞാൻ പറയട്ടെ, ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ലല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ഫീൽഡിൽ പിടിച്ചു നിൽക്കാനായി ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയിട്ടുള്ളത് ആരാണ്? ഈ ഫീൽഡില് എനിക്ക് കുറച്ച് നല്ല സുഹൃത്തുക്കളുണ്ട്. ഇപ്പം ഞാൻ ഒരു 3 വർഷമായിട്ട് ജോബ് റിസൈൻ ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ജോബ് റിസൈൻ ചെയ്തിട്ട് ഇതിനോടുള്ള പാഷൻ കൊണ്ട് ഇൻഫോപാക്സിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഇതിനോടുള്ള പാഷൻ കൊണ്ട് ജോബ് റിസൈൻ ചെയ്തു. അപ്പം അതിന്റെ ഒരു ജോബ് റിസൈൻ ചെയ്ത് നിൽക്കുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും മനസ്സിലാവുന്നതാണല്ലോ. അപ്പം ചില സമയത്ത് ഒന്ന് ഡെസ്പ് ആവുമ്പോ മുന്നോട്ട് എന്താന്ന് അറിയാണ്ട് നിൽക്കുമ്പോഴൊക്കെ സുഹൃത്തുക്കളാണ് മെയിനായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. പിന്നെ അമ്മ. ഈ ഒരു ജോബ് ഇത്രയും ശരിക്കും ഈ പറഞ്ഞതുപോലെ ജോബ് റിസൈൻ ചെയ്തൊക്കെ നിൽക്കുമ്പോൾ നമുക്കൊരു കൺസിസ്റ്റന്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരുന്നൊരു വരുമാനം ഇല്ലാതെ ആകുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് അത് വളരെ വലുതായിരിക്കും. അതിനൊക്കെ എങ്ങനെയാണ് ഈ അഭിമുഖീകരിച്ച് മുന്നോട്ട് പോകുന്നത്? അത് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാറുണ്ട്. പിന്നെ ആങ്കറിങ്ങും ആഡ്സും അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വരുമാനം കണ്ടെത്താറ്. അല്ല, എന്തെങ്കിലും റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെ ജോബ് റിസൈൻ ചെയ്താണ് ഇതിലേക്ക് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ? സ്വാഭാവികമായിട്ടും ഈ ഒരു സീരീസ് ഒക്കെ ചെയ്ത് ഹിറ്റായി തന്നെയാണ് നിൽക്കുന്നത്. ആ സമയത്താണെങ്കിൽ പോലും ഈ പറയുന്നൊരു ജോബ് ഇല്ല എന്നുള്ളൊരു രീതിയിൽ, അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് പോകാനൊരു ജോബ് ഇല്ല എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയിട്ടുള്ള നിമിഷങ്ങളുണ്ടോ? ഇല്ല, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കൽ പോലും എനിക്ക് ജോബ് റിസൈൻ ചെയ്തതിന് ഒരു റിഗ്രറ്റ് തോന്നിയിട്ടില്ല. കാരണം ഇനിയും ഒത്തിരി എനിക്ക് മുന്നോട്ട് പോകാനുണ്ട്. തുടക്കം മാത്രമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒത്തിരി കാര്യങ്ങള്, ഒത്തിരി വേഷങ്ങള്, ഒത്തിരി സിനിമകൾ എനിക്ക് ചെയ്യണം. അതുകൊണ്ട് ഒത്തിരി മുന്നോട്ട് പോകാനുണ്ട്. ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാനുള്ളത്. അപ്പം എനിക്ക് ജോബ് റിസൈൻ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല. ഒത്തിരി അതിനെ മുന്നോട്ട് പോകാനുള്ളപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ ചോദിച്ചാൽ എന്തായിരിക്കും? ഈ ഒരു വില്ലൻ കഥാപാത്രം നെഗറ്റീവ് ഷെയ്ഡാണോ അതോ നായിക കഥാപാത്രമാണോ? അങ്ങനെ ഏതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളൊരു ഏരിയ? എനിക്കങ്ങനെ ഇന്ന കഥാപാത്രം എന്നൊന്നും അങ്ങനെ ഒരു ആഗ്രഹമല്ല. എനിക്ക് നല്ല കഥാപാത്രങ്ങൾ, നല്ല അഭിനയ പ്രാധാന്യമുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം എന്നാണ് ആഗ്രഹം. അത് നായികാവേഷമാണെങ്കിലും വില്ലനേഷമാണെങ്കിലും ചെയ്യാൻ ഓക്കെയാണ്. നല്ല അഭിനയിക്കാൻ പ്രാധാന്യമുള്ള, ഇപ്പൊ കമ്മടത്തിലൊക്കെ നല്ല അഭിനയ പ്രാധാന്യമുള്ളൊരു വേഷമാണ് കിട്ടിയത്. അങ്ങനെ ഒത്തിരി നല്ല അഭിനയിക്കാൻ പ്രാധാന്യമുള്ള വേഷങ്ങൾ കിട്ടാനാണ് ആഗ്രഹം. ഈ കമ്മട്ട വന്ന ഈ സീരീസിന്റെ സെറ്റിലെ ഏറ്റവും മറക്കാനാകാത്തൊരു അനുഭവം പങ്കുവെക്കാനും പറഞ്ഞാൽ അത് ഏതായിരിക്കും പറയുക? കമ്മട്ടത്തില് എനിക്ക് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസം ആ ഷൂട്ട് ചെയ്ത ദിവസം തന്നെയാണ്. അന്ന് ഞാൻ ഒത്തിരി എക്സൈറ്റഡ് ആയിരുന്നു. ആക്ടർ സുധേനാറിന്റെ കൂടെയുള്ള സീക്വൻസ് ആയിരുന്നു. ആ ദിവസം വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഞാൻ. അത്രയൊരു ഗ്രേറ്റ് ആക്ടറാണ്. അപ്പം ആളുടെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന ദിവസമായിരുന്നു ഏറ്റവും ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടുന്ന ദിവസം. അപ്പോൾ അവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ അവരൊക്കെ തന്നിട്ടുള്ളൊരു സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ടായിരുന്നു? സ്വാഭാവികമായിട്ട് ആദ്യമായിട്ട് ഈ അഭിനയത്തിലേക്കൊക്കെ വരുമ്പോൾ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ഒരു സപ്പോർട്ട് അത് വളരെ വലുതായിരിക്കില്ലേ? അതെ അതെ. അവര് ഇപ്പം ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. പക്ഷെ അവർക്ക് ഒരു ചാടയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതെ, ഈ അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാനാണോ താല്പര്യം? നേരത്തെ തന്നെ പറഞ്ഞു ജോബ് റിസൈൻ ചെയ്തിട്ട് നിൽക്കുന്നതാണെന്ന്. അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു. എന്നാൽ പോലും ചോദിക്കുകയാണ്, അഭിനയത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ തന്നെയാണോ താല്പര്യം? അതെ അതെ.
മുന്നോട്ടും നല്ല വേഷങ്ങളും നല്ല സിനിമകളും ചെയ്യാൻ വേണ്ടിയാണ് ആഗ്രഹം. അപ്പൊ അഭിനയം തന്നെയാണ് ആഗ്രഹം. ഇനി മറ്റൊരു ജോബ് ഓർക്കാൻ പോലും പറ്റില്ല. നല്ലൊരു അഭിനേത്രി ആവുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ വീട്ടിൽ നിന്നൊക്കെ ലഭിച്ചിട്ടുള്ള ഒരു സപ്പോർട്ട് അത് എത്രത്തോളം ഉണ്ട്? വീട്ടില് ജോബ് റിസൈൻ ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. വേണോ വേണ്ടയോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വീട്ടിൽ നിന്ന് വന്നു. പക്ഷെ എന്റെ പാഷനും എന്റെ ഹാർഡ് വർക്കും കണ്ടിട്ട് ഇപ്പൊ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. മുന്നോട്ട് പോവാൻ തന്നെയാണ് വീട്ടുകാരുടെയും അഭിപ്രായം. ഈ നേരത്തെ പറഞ്ഞു ഈ ചെറിയ പ്രായത്തിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്നാൽ പോലും നമ്മളോടൊക്കെ ഇപ്പോൾ ചെറിയ പ്രായത്തിലൊക്കെ ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഡോക്ടറെന്നോ ടീച്ചറെന്നോ, കാരണം നമ്മൾ അത്രയും ഡേ ടു ഡേ ഇങ്ങനെ കാണുന്നവരുടെ ആയിരിക്കുമല്ലോ നമുക്ക് ആരാകണമെന്നാണ് നമ്മുടെ ആഗ്രഹം എന്നൊരാൾ ചോദിക്കുമ്പോൾ നമ്മൾ പറയുക. ആ രീതിയിൽ ഈ പണ്ടേ സിനിമകൾ ഇഷ്ടമായിരുന്നു എന്ന് പറയുന്നു. എന്നാലും അന്നൊക്കെ ആരാകണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? അഭിനേത്രി ആവണം എന്നുള്ള ആഗ്രഹം ഞാൻ പുറത്ത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാറുണ്ടായിരുന്നില്ല. അമ്മയുടെ അടുത്ത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ ജനിച്ചു വളർന്നൊരു നാട്ടിൻ പുറത്തായിരുന്നു. അപ്പൊ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഒരു ആഗ്രഹം മറ്റുള്ളവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. കാരണം കളിയാക്കലുകളൊക്കെ ആയിരിക്കും തിരിച്ചു കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയുടെ അടുത്ത് മാത്രമാണ് ഞാനിത് ഷെയർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇപ്പം അത്യാവശ്യം സ്റ്റുഡിയസ് ആയിരുന്നു. ഞാൻ MBA ഗ്രാജുവേറ്റ് ആണ്. അപ്പം സ്കൂളിംഗ് ടൈമില് ഇപ്പൊ നോർമലി എല്ലാവരും പറയുന്ന പോലെ തന്നെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ ആയിരുന്നു കൂടെ പറയുന്നത്. അതിന്റെ കൂടെ തന്നെ അഭിനയമോഹം എന്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ പറഞ്ഞു ഈ നമ്മൾ ശരിയാണ് ഈ അഭിനയിക്കണമെന്നൊക്കെ ഒരു പ്രായത്തിൽ ഒരു പക്ഷേ പറയുമ്പോൾ പലരുടെ ഭാഗത്തു നിന്ന് കളിയാക്കലുകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറച്ചുകൂടെ വളർന്ന ശേഷം ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തൊക്കെ തന്നെ, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ അഭിനയമാണ് ആഗ്രഹമെന്ന് തുറന്നു പറയാനുള്ളൊരു ധൈര്യം കാണിച്ചിട്ടുണ്ടോ? അടുത്ത സുഹൃത്തുക്കളോട് മാത്രം അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കോളേജില് ഡാൻസ് പ്രോഗ്രാംസിനും ഡ്രാമ പ്രോഗ്രാംസിനും ഒക്കെ നിന്നിട്ടുണ്ട്. അല്ലാതെ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഞാൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അവരോടൊക്കെ പറഞ്ഞപ്പോൾ ലഭിച്ചിട്ടുള്ള അവരുടെയൊക്കെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു? എന്റെ സുഹൃത്തുക്കള് മുന്നേ ആണെങ്കിലും ഇപ്പോഴാണെങ്കിലും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഇപ്പൊ ഞാൻ ചെയ്ത എന്ത് വേഷം ചെയ്താലും ഇപ്പൊ കമ്മട്ടം കണ്ടിട്ടാണെങ്കിലും എന്നെ വിളിച്ച് അഭിനന്ദിക്കാൻ അവർ മറക്കാറില്ല. എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും അവർ മറക്കാറില്ല. ഇപ്പോഴാണെങ്കിലും ഫുൾ സപ്പോർട്ടുള്ള ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് പറഞ്ഞു തരാറുണ്ടോ ഈ പോരായ്മകൾ ഇങ്ങനെയൊക്കെയാണ്, അങ്ങനെയൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ടോ? ഈ ഫീൽഡിൽ തന്നെ എനിക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. അവരുടെ സൈഡിൽ നിന്ന് ക്രിറ്റിസിസം വരാറുണ്ട്. അവര് ഇങ്ങനെയൊക്കെ ചെയ്യാനും അങ്ങനെയുള്ള സജഷൻസ് തരാറുണ്ട്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള അപ്കമിങ് പ്രൊജക്ട്സ് എന്തൊക്കെയാണ്? അത് ഡിസ്കഷനിലുണ്ട്. കമ്മട്ടം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പ്രൊജക്ട്സ് വരുന്നുണ്ട്, നല്ല പ്രൊജക്ട്സ് വരുന്നുണ്ട്, ഡിസ്കഷനിലുണ്ട്. അതെ, അപ്പം ബിഗ് സ്ക്രീനിൽ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം അല്ലേ? അതെ. ഈ ആദ്യ ചിത്രത്തിന് ശേഷം ഈ ലഭിച്ചിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ എങ്ങനെ? നേരത്തെ പറഞ്ഞു ഈ സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അഭിനന്ദിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്തെങ്കിലും ഓർത്തെടുക്കാനുള്ള എന്തെങ്കിലും ഓർമ്മകളുണ്ടോ ഈ ആദ്യമായി ഈ സീരീസ് ചെയ്തതിന് ശേഷം ലഭിച്ചിട്ടുള്ള ഒരു പ്രതികരണം? ഇത് തന്നെയാണ്. മുന്നേ എന്റെ കൂടെ വർക്ക് ചെയ്തവര്, അതുപോലെ പഠിച്ചവര്, മുന്നേ പരിചയമുള്ളവര്, അവരുടെയൊക്കെ അഭിനന്ദനങ്ങൾ, അതുപോലെ ഒത്തിരി നാളായിട്ട് നമ്മൾ സംസാരിക്കാത്ത ആൾക്കാരൊക്കെ വിളിച്ച് അഭിനന്ദിക്കുമ്പോൾ ഒത്തിരി സന്തോഷമായിരുന്നു. പിന്നെ അതുപോലെ ഇൻസ്റ്റാഗ്രാമില് ഞാനൊരു റീല് ഷെയർ ചെയ്തായിരുന്നു. ഞാനിങ്ങനെ ടിവിയില് ഫ്രണ്ടിൽ നിന്ന് ഈ കമ്മട്ടം സീരീസ് കാണുന്ന ഒരു റീല് ഷെയർ ചെയ്തായിരുന്നു. അത് കണ്ടിട്ട് പബ്ലിക്കില് കുറെ പേര്, ഇതേ പാഷനുള്ള കുറെ പേര് വന്ന് ഇതെങ്ങനെയാണ് ഇതിൽ എത്തിയത്, അതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ, എന്താണ് വഴികൾ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പെൺകുട്ടികളും ഒക്കെ വന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഇപ്പൊ ഞാനൊരു മാതൃക മറ്റുള്ളവർക്ക് ആവുന്നത് എനിക്കത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. തീർച്ചയായിട്ടും. അത് ഈ പറയുന്നത് പോലെ മറ്റുള്ളവർക്കൊരു മാതൃകയാവുക, നമ്മളിലൂടെ അവരും മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സിനിമയിലേക്ക്, അതായത് ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ഈ സിനിമയിലേക്ക് വരാൻ ശ്രമിക്കുന്നവരുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു സ്ട്രഗിളൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ രമ്യക്ക്? തീർച്ചയായും. കാരണം
എനിക്കൊരു സിനിമാ പാരമ്പര്യമുള്ള ഫാമിലിയിലല്ല ഞാൻ ജനിച്ചിട്ടുള്ളത്. കലാപാരമ്പര്യം എന്ന് പറയാൻ അമ്മയ്ക്ക് മാത്രമായിരുന്നു ഫാമിലിയിൽ ഇൻട്രസ്റ്റ്. ഇപ്പം അമ്മയുടെ ഫാമിലിയിലും അച്ഛന്റെ ഫാമിലിയിലാണെങ്കിലും കുറച്ചു പേര് മാത്രമേ ഉള്ളൂ കലാപരമായിട്ട് നിൽക്കുന്നവര്. അപ്പം അങ്ങനെ ഫാമിലിയില് അമ്മ മാത്രമാണ് സപ്പോർട്ട്. പിന്നെ എങ്ങനെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിച്ചേരുക എന്ന് പോലും എനിക്ക് അറിയുമായിരുന്നില്ല. അപ്പോ ഞാൻ തന്നെയാണ് പരിശ്രമിച്ച് ഇതിൽ എത്തിച്ചേർന്നത്. അതിനോണ്ടുള്ള ഒരു സ്ട്രഗിൾസ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ സിനിമ പാരമ്പര്യമില്ല, അറിയില്ല എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തേണ്ടതെന്ന് അറിയില്ല, അവിടെ ഇത്രയൊക്കെ ആയി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമൊക്കെ ഇല്ലേ? തീർച്ചയായും. കാരണം എന്റെ ഉള്ളില് ഉണ്ടായിട്ടുള്ള ഒരു ആഗ്രഹം അതെനിക്ക് പുറത്ത് പറയാൻ തന്നെ പേടിയായിരുന്നു. അതിൽ നിന്ന് ഇത്രയും ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ്. ഒരുപക്ഷെ എന്നല്ല, തീർച്ചയായിട്ടും രമ്യയെ പോലെ സിനിമയിലേക്ക് വരണമെന്നാൽ ഒരു സ്റ്റാർട്ടിങ് എവിടെ നിന്ന് തുടങ്ങണമെന്നറിയാത്ത ഒത്തിരി പേരുണ്ടാകും. അവരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മള് സ്വപ്നം കാണണം. സ്വപ്നം കണ്ടിരുന്നാൽ മാത്രം പോരാ, ആ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നന്നായി പരിശ്രമിക്കണം. ഇപ്പോ ഒരു കുട്ടി വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് അഭിനയിക്കാൻ, പക്ഷെ എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ല എന്ന്. ആരുടെയെങ്കിലും സപ്പോർട്ട് പ്രതീക്ഷിച്ച് നമ്മൾ നിൽക്കരുത്. ആര് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ നിൽക്കണം, നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ എല്ലാ വഴികളും താനേ തുറന്നു വരും. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി. എന്തായാലും രമ്യ സുകുമാരനാണ് ഇന്നിപ്പോൾ നമ്മോടൊപ്പം സിനിമാ തട്ടകത്തിലെ അതിഥിയായി ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞതുപോലെ മുന്നോട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെന്ന് പറഞ്ഞു. ആ ആഗ്രഹങ്ങളൊക്കെയും വരും ദിവസങ്ങളിൽ അത് പൂർത്തീകരിക്കാനാകട്ടെ. ഇനി അപ്കമിംഗ് ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രൊജക്ട്സുകളും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അതും എന്തായാലും ഗംഭീര വിജയമായി തന്നെ പോകട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. വളരെയധികം നന്ദി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.